ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. മതപുരോഹിതന്മാരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായ കേരളീയ സമൂഹത്തെ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാക്കി യഥാർത്ഥ ദൈവിക മതമെന്തെന്ന് പഠിപ്പിച്ച കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം ആരാധനാലയങ്ങൾക്ക് നേരെ വർഗീയതയുടെ പ്രഹരമേറിയപ്പോൾ മതം മനുഷ്യ സൗഹാർദ്ദത്തിനെന്ന പ്രമേയത്തിൽ സമ്മേളനം നടത്തി കേരളീയ പൊതുസമൂഹത്തിൽ മനുഷ്യ സൗഹാർദ്ദം വളർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശ പ്രബോധകൻ മുജാഹിദ് ബാലുശ്ശേരി മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ അറവുകാട് ശ്രീദേവി ക്ഷേത്ര മഹോത്സവത്തിൽ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ഭവിഷ്യൽ പുരാണത്തിൽ പരാമർശിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണമെന്നും അതാണ് പരലോക രക്ഷക്കുതകുന്നതെന്നും വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അറവുകാട് ക്ഷേത്രത്തിന്റെ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത മത സമൂഹങ്ങളിൽപ്പെട്ട മതപ്രബോധകന്മാരെയും പണ്ഡിതന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആധ്യാത്മിക പ്രഭാഷണ സദസ്സിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചിരിക്കുന്നത്. നമ്മുടെ നാട് എമ്പാടും സവിശേഷതകളുള്ള ഒരു നാടാണ്. ഞാനൊരു ഇസ്ലാമിക സമൂഹത്തിലെ ഏകദൈവാരാധനയിൽ വിശ്വസിക്കുകയും മാനവ വിമോചനത്തിന്റെ മാതൃകയായി മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമായ ഈ ഉള്ളവനെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹത്തിലെ പ്രിയങ്കരരെ, നിങ്ങൾ എന്നെ ക്ഷണിച്ചു. അത് തന്നെ ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തും ക്ഷേത്രത്തിന്റെ ഉള്ളിലും ക്ഷേത്രമൊരുക്കിയ ഒരു സ്റ്റേജിലും ഒരു മുസ്ലിമിന്റെ പ്രഭാഷണം നടക്കുക എന്നത് വിശിഷ്യ ഈ കാലഘട്ടത്തിൽ വളരെ ശ്ലാഘിക്കപ്പെടേണ്ട, പ്രശംസിക്കപ്പെടേണ്ട ഒന്നായി ഞാൻ മനസ്സിലാക്കുകയാണ്. അതെ, നമ്മളെല്ലാം അറിയാതെ പോയ, നമ്മളെല്ലാം മനസ്സിലാക്കാതെ പോയ യഥാർത്ഥമായ മാനവിക മൂല്യങ്ങളെ സംബന്ധിച്ചാണ് ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ പരിചയമുള്ള ആളുകളല്ല ഈ സദസ്സിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ.
പക്ഷെ മനുഷ്യരെന്ന നിലയിൽ ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ച് മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാം അടിസ്ഥാനപരമായി സഹോദരങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ് വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുള്ളത്? മതങ്ങളുടെ പേരിൽ കലാപം നടക്കുന്നു പല നാടുകളിലും. മതങ്ങളുടെ പേരിൽ പരസ്പരമുള്ള കലഹങ്ങളും ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ധ്വംസന പ്രവണതകളും എല്ലാം നടക്കുന്നു നമ്മുടെ നാടുകളിൽ. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ എന്തിനാണ് പരസ്പരം കഴുത്തറക്കുന്നത്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കലാപങ്ങൾ അരങ്ങു തകർക്കുന്നു എന്ന് നമ്മളൊക്കെ അറിയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്തത്? പ്രസംഗിക്കാൻ എളുപ്പമാണ്. മതമൈത്രി സമ്മേളനത്തിൽ ഈ 39 കൊല്ലത്തിനിടയിൽ പല സന്ദർഭങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഓച്ചിറ മഹാക്ഷേത്രത്തിൽ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രൈസ്തവ സമൂഹം ക്ഷണിച്ചിട്ട് പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് പാടാർകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് സംസാരിക്കാൻ അവസരമുണ്ടായി. ഇതെല്ലാം ദൈവനിശ്ചയമാണ്. എന്റെ സംസാരം നിങ്ങൾ കേൾക്കണമെന്നത് ദൈവനിശ്ചയമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മാനവിക മൂല്യത്തെക്കുറിച്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ എത്തിയത്. ഹൈന്ദവതയും ക്രൈസ്തവതയും ഇസ്ലാമും കൈകോർത്തു പിടിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണ് എന്ന സവിശേഷത ഇന്ത്യ എന്ന രാജ്യത്തിനില്ലേ? ഇല്ലേ? 3 മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യം അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. വിശ്വോത്തരങ്ങളായ 3 മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ആർഷഭാരതം എന്ന് നാം പുകൾക്കൊണ്ട ഈ രാജ്യം ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ മഹചരിതമാലയിലൂടെ കടന്നുപോയാൽ കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൊക്കെ രേഖപ്പെടുത്തിയ കാതലായ വശങ്ങളിലൊന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സവിശേഷമായ ഒരു രാജ്യമാണ്. ഒരുപാട് അറബ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മമാരോട്, എൻ്റെ പിതാവിന്റെ പ്രായമുള്ള അച്ഛന്മാരോട്, എൻ്റെ അനുജന്മാരോട്, സഹോദരന്മാരോട്, എൻ്റെ സമപ്രായക്കാരോട് ഞാൻ പറയുന്നു, ഇന്ത്യ ഏറെ അനുഗ്രഹിക്കപ്പെട്ട നാടുകളിൽ ഒന്നാണ്. വ്യത്യസ്ത മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു, വ്യത്യസ്ത ദർശനങ്ങൾ ഉദയം ചെയ്തു. നമ്മുടെ ഭരണഘടന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ശബ്ദിച്ച് ബ്രിട്ടീഷുകാരന്റെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം കൈകോർത്തു പിടിച്ച് നാം നേടിയ ഒരു റിപ്പബ്ലിക്കൻ രാജ്യം, ജനാധിപത്യ രാജ്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭ, അതാണ് നമ്മുടെ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ അനുഗ്രഹീത ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യം, കൊണ്ടും കൊടുത്തും ജീവിച്ചിട്ടുള്ള ഒരു രാജ്യം. ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുസ്ലിമിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഒരു വീക്ഷണം. എനിക്ക് വിശ്വസിക്കാം, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മാത്രമാണ് ശരി എന്നെനിക്ക് വിശ്വസിക്കാം. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, ഏതൊരു വ്യക്തിക്കും അവൻ സ്വീകരിച്ച മതം ബെറ്ററാണ്, അത് മാത്രമാണ് ശരി എന്നവന് വിശ്വസിക്കാം. അത് വർഗീയതയല്ല, അത് അസഹിഷ്ണുതയല്ല. പക്ഷേ മറ്റു മതങ്ങളൊന്നും നിലനിൽക്കാൻ പാടില്ല, ഞാൻ മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്നൊരാൾ ചിന്തിച്ചാൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമാണ്. അല്ലേ? ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിക്കുന്നവർ എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാണോ? ആണോ പ്രിയപ്പെട്ടവരെ? ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളിൽ ഒരുപക്ഷെ ചില ആളുകൾ BJP-യിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, വേറെ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും, വേറെ ചില ആളുകൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. ആശയപരമായി വ്യത്യസ്ത മത ദർശനങ്ങൾ നിങ്ങൾക്കറിയാം. അദ്വൈത ദർശനം, ദ്വൈത സിദ്ധാന്തം, വിശിഷ്ടാദ്വൈതം എല്ലാം അല്ലേ?
കർമ്മകാണ്ഡമുണ്ട്, വൈജ്ഞാനികമായ കാണ്ഡമുണ്ട്, ആരാധന കാണ്ഡമുണ്ട്, വ്യത്യസ്തമായ ചിന്തകളും ദർശനങ്ങളും എല്ലാം. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ അത് ദൈവികമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം. അതല്ല, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളുണ്ട്, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുണ്ട്, അതിൽ ഇന്നതൊക്കെ സ്വീകാര്യം എന്ന് പറയുന്നവരുമുണ്ട്. ആരണ്യകങ്ങളും ശ്രുതികളും സ്മൃതികളും എല്ലാമുള്ള വേദങ്ങളുടെ ഒരു നാട് അല്ലെ. EMS നമ്പൂതിരിപ്പാടിന് വേദങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, വളരെ പ്രൗഢമാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ EMS നമ്പൂതിരിപ്പാട് നിരീശ്വരവാദിയായിരുന്നു, മതനിഷേധിയായിരുന്നു, എല്ലാവർക്കും അറിയാലോ. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ 6ാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ചതുർവേദം പഠിക്കാൻ ആവശ്യപ്പെട്ടു. EMS നമ്പൂതിരിപ്പാട് പറയാണ്, ഞാൻ എന്റെ 6ാമത്തെ വയസ്സാകുമ്പോൾ 4 വേദങ്ങളും വായിച്ചു പഠിച്ചു എന്ന് EMS നമ്പൂതിരിപ്പാട് പറയും. ഇന്നൊരു പക്ഷേ മഹാപണ്ഡിതന്മാർ പോലും ചതുർവേദങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. എല്ലാ സമൂഹത്തിലും ഇന്ന് സംഭവിക്കുന്ന അതാണ്. ഞാൻ ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ, ഒരുപക്ഷെ ഹൈന്ദവതയെ പ്രതികരിച്ചുകൊണ്ട്, അതുപോലെ ക്രൈസ്തവ പ്രതികരിച്ചുകൊണ്ടും ഇവിടെ ആളുകൾ പ്രസംഗിക്കാം. അതിൽ നിങ്ങൾ ഈ പ്രസംഗം വേറിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ നിങ്ങളും ഇന്ന് കണ്ടു, നാളെ ഒരുപക്ഷെ നമ്മൾ കണ്ടില്ലെന്ന് വരാം അല്ലെ. പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നാദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം. ഇത് ശ്രീരാമൻ ലക്ഷ്മണന് പഠിപ്പിച്ചു കൊടുത്ത ഭാഗമാണ്. ശ്രീരാമൻ പറഞ്ഞത്, എടാ, രാജകീയ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നീ വയലന്റ് ആകേണ്ടതില്ല. നീ പറഞ്ഞല്ലോ നിന്റെ അരയിൽ തൂക്കിയിട്ട വാള് അലങ്കാരത്തിനുള്ളതല്ല എന്ന് നീ പറഞ്ഞല്ലോ. നിന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് കുത്തിപ്പിടിക്കാനുള്ളതല്ല എന്ന് നീ പറഞ്ഞല്ലോ. കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്നും നീ പറഞ്ഞല്ലോ എന്ന് ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ചോദിച്ചു, എടാ, ആ വൈകാരികതക്കൊന്നും സ്ഥാനമില്ല, നീ ഇങ്ങനെ വയലായാലോ? എടാ, സൈലന്റായി വളരെ ചിന്തനീയമായി നീ ഒന്ന് ആലോചിച്ചു നോക്ക്. വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം പടിഞ്ഞെന്നുടെ വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായി സുമോർക്ക നീ. എന്റെ രാജകീയ ജീവിതം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നീ എന്തിനാ ഇങ്ങനെ? എടാ, ക്ഷണപ്രഭാചഞ്ചലമാണ്, ഒരു മിന്നൽ പിണർ പോലെ അവസാനിക്കാവുന്നതാണ് മനുഷ്യന്റെ ജീവിതം. ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നപ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകം. ആലോല ചേതസ, ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവളയില്ലേ, പാമ്പിന്റെ വായിലാണ് തവള, എന്നിട്ടും തവള നാവ് നീട്ടാണ് പ്രാണിക്കും മണ്ടിനും. ഇതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോല ചേതസ, ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് നീ ഇപ്പുള്ളത്. അതങ്ങ് വിളിച്ചാൽ അവസാനിക്കാവുന്ന ഒരു ജീവിതം. അതുകൊണ്ട് അധികാരവും രാജവും ഭരണകൂടവും ഇതൊന്നല്ല മനുഷ്യന്റെ പ്രധാനമായ കാര്യം. എന്നിട്ട് ഭരതനോട് ശ്രീരാമന്റെ ചെരുപ്പും ചുമന്ന്, ഇല്ല ഏട്ടാ, ഞാൻ അവിടെ ഭരിക്കണില്ല, ഞാൻ അയോധ്യ ഭരിക്കണില്ല, അതിനർഹൻ അങ്ങ് തന്നെ എന്ന് പറയുന്ന സമയത്ത് ശ്രീരാമൻ പറയുന്നുണ്ട്, എടാ, അകാരണമായി ഒന്നിനെയും കൊല്ലരുത്. ഈ അയോധ്യ എന്ന് പറയുന്ന എനിക്കൊരു പ്രശ്നമില്ല, എന്റെ ശക്തിയും കഴിവും നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അകാരണമായി ഒന്നിനെയും കൊല്ലരുത്. നിങ്ങൾക്കറിയാലോ, അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. അയോധ്യ, യുദ്ധമില്ലാത്ത ഭൂമി. രാമനോ, രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവനാ, തല്ലുണ്ടാക്കുന്നവെന്നല്ല, കലാപം ഉണ്ടാക്കുന്നവെന്നല്ല, പരസ്പരം ഐക്യത്തിൽ കൊണ്ടുവരുന്നവൻ അല്ലേ. അല്ലെങ്കിലും കലാപം നമുക്ക് എന്തെങ്കിലും നേടിത്തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഒരു മുസ്ലിങ്ങൾ ചേർന്ന് ഒരു ക്ഷേത്രം പൊളിച്ചാൽ സ്വസ്ഥത കിട്ടുകയാണെങ്കിൽ വേണ്ട, നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു. സ്വസ്ഥത ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഒരു ക്ഷേത്രമോ ഒരു മസ്ജിദോ പൊളിച്ചാൽ മനുഷ്യന് സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? മനുഷ്യന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന മാധവി ചേച്ചിയും ആമിനത്താത്തയും നല്ല സൗഹൃദത്തിലായിരുന്നു. മാറാട്, പൂനാട് എല്ലാം, അയോധ്യയിൽ അല്ലെ, ബോംബെയിൽ, ജാംഷഡ്പൂരിൽ, ഗുജറാത്തിൽ, മുറാദാബാദിൽ ഒക്കെ നല്ല ഐക്യത്തിലായിരുന്നു. പിന്നെ എന്തേ സംഭവിച്ചത്? ആരാ നമ്മളെ തമ്മിൽ തല്ലിച്ചത്? ആരാ നമ്മളെ കൊല്ലിച്ചത്? ആരാ ഗർഭിണിയെ കൊന്നത്? ആരാ നമ്മയെ കൊന്നത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് മനുസ്മൃതി പഠിപ്പിച്ചിട്ടില്ലേ? അത് പഠിക്കേണ്ടതാരാ? ഇവിടുത്തെ ഹൈന്ദവരാണ്. മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കണം, പിതാവിനെയും ദൈവതുല്യം സ്നേഹിക്കണം, പിന്നെ അതിഥികളെ ദൈവതുല്യം സ്നേഹിക്കണം അല്ലേ. ഈ രാജ്യത്തേക്ക് അതിഥികളായി വന്നവർ ഒരുപാട് ആളുകളുണ്ട്.
ഈ രാജ്യത്തേക്ക് അതിഥികളായി കടന്നു വന്ന മതങ്ങൾ ഒരുപാടുണ്ട്. അവരെ ആദരിക്കാൻ പഠിപ്പിക്കപ്പെട്ട ദർശനമാണ് ഈ രാജ്യത്തിന്റെ ദർശനം, അല്ലേ? ഇനി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ആളുകളെ സോപ്പിട്ട് സംസാരിക്കാറുണ്ട്, സുഖിപ്പിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല. എന്റെ മനസ്സിൽ എന്ത് നന്മയുണ്ടോ അത് പുറത്തേക്ക് പറയും. ഞാൻ ഏത് സദസ്സാണെങ്കിലും, അത് ലോകത്ത് എന്ത് സദസ്സാണെങ്കിലും, അല്ല AK-47 ചൂണ്ടിപ്പിടിച്ചിട്ട് അസത്യം പറയണമെന്ന് പറഞ്ഞാൽ അതിനെന്നെ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷണിച്ചു, നിങ്ങൾ അനുഗ്രഹീത. എനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് മനുഷ്യർക്കൊക്കെ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ പറയാൻ. ഞാൻ ഈ രാജ്യത്തിൽ ഒരു പൗരനാണ്. ഈ നാട്ടിൽ ജനിക്കുകയും ഈ നാടിന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് സൂര്യന്റെ കിരണങ്ങളേറ്റ് വാങ്ങി 12 നിലാവലകളേറ്റ് വാങ്ങി ഇവിടെ ജീവിക്കുന്ന നിങ്ങളിൽ ഒരു സഹോദരൻ, അല്ലേ? എന്റെ മൂക്കിലൂടെ ഉച്ഛ്വാസമായി പോകുന്നത് ശ്വാസവായുവായി സ്വീകരിച്ചവർ നിങ്ങളാണ്. ഈ ക്ഷേത്രത്തിലെ ആയിരക്കണക്കിന് വരുന്ന അമുസ്ലിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് ഓക്സിജനായി ഞാൻ സ്വീകരിക്കുന്നു. പ്രധാനമാണല്ല, അല്ലേ? ഹിന്ദുവിന് വേണ്ടി സെപ്പറേറ്റ് വായു ഉണ്ടോ ലോകത്ത്? മുസ്ലിമിന് വേണ്ടി സെപ്പറേറ്റ് വായു ഉണ്ടോ? ക്രിസ്ത്യാനിക്ക് വേണ്ടി സെപ്പറേറ്റ് സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി, അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ബാന്ധവാ ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. മനുഷ്യരെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങൾ ആരാണ്? ബാല, എടാ നീ എന്റെ സഹോദരനാണടാ. എടാ ഈ ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഒരു കസേരയിട്ട് നീ ഇരുന്നാൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. എടാ കൈകൊണ്ട് മാത്രം കൈകാര്യം ചെയ്ത് ശീലിക്കേണ്ടതില്ല. എടാ ബഷീറെ, നീ ഇങ്ങനെ ശുഭിതനാകല്ലേ. ഞാനും നീയും ഇരുന്നാൽ തീരാവുന്നതേ ഉള്ളൂ. എടാ ഈ രാജ്യത്തിലെയും ലോകത്തിലെയും പ്രശ്നം. പക്ഷെ തയ്യാറെല്ലാരും. എന്തുകൊണ്ടെന്നറിയോ? എല്ലാവർക്കും ചില വരുമാനങ്ങൾ കിട്ടാനുണ്ട്. അധികാര ദുരമൂത്ത് മനുഷ്യൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ? ശ്രീരാമനോടും ശ്രീകൃഷ്ണനോടും സ്നേഹം കൊണ്ടാണ് അയോധ്യ ഇഷ്യൂ ആയത് നിങ്ങളാരും വിചാരിക്കരുത്. കാരണം രാമൻ ഒരിക്കലും അത് ഇഷ്ടപ്പെട്ട ആളല്ല. അല്ല, അതുകൊണ്ടാണല്ലോ അച്ഛൻ പറയണ കാട്ടു പോണോ പട്ടാഭിഷേക സമയത്ത്. പോയില്ലേ? എല്ലാവർക്കും അറിയാലോ. അവിടെ ചെന്ന് തപസാചരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ കാട്ടുപോയി അച്ഛന്റെ കൽപ്പന ശിരസാ വഹിച്ചില്ലേ? ഭരതനോട് ശ്രീരാമൻ പറയുന്നൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: അച്ഛന്റെ കൽപ്പന ശിരസാ വഹിച്ചൊരു മകൻ അതാവണം ഞാൻ. അച്ഛന്റെ ദൈവതുല്യം സ്നേഹിച്ച ഒരു മകനിലൂടെ ലോകം എന്നെ പഠിക്കണം. ശ്രീരാമനിലൂടെ ജനങ്ങൾക്ക് കിട്ടാനുള്ള മെസ്സേജ് എന്താവണം? ഭാരതന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയപ്പോ ക്രൗഞ്ചമിഥുനങ്ങൾ പരസ്പരം കൊക്കുരുമ്മി ചുംബിച്ച് സ്നേഹം പങ്കുവെച്ചിടത്ത് പിന്നെ കാട്ടാളൻ അമ്പെയ്തപ്പോ അവർ മനുഷ്യാദ പ്രതിഷ്ഠ. അരുത് കാട്ടാള, അരുത്. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലും കൊല്ലരുത്, അല്ലേ? ഹൈന്ദവ സമൂഹത്തിൽ മഹാത്മാഗാന്ധിയെ മറന്നവരാരും ഉണ്ടോ? അഹിംസാ സിദ്ധാന്തത്തിന്റെ മൂർത്തിമദ്ഭാവമായ നിങ്ങൾക്കറിയാലോ ശങ്കരദർശനം ഉദയം ചെയ്ത നാടുകൾ, കണാദമുനിയുടെ ആശയം ഉദയം കൊണ്ട നാടുകൾ, വൈശേഷികം കണാദമുനിയുടെ വൈശേഷികം അറിയാലോ. എല്ലാം ചാർവാകമതം, എത്ര ദർശനങ്ങൾ, എത്ര സിദ്ധാന്തങ്ങൾ, ഇതെല്ലാം ഉദയമുണ്ട. ജൈനമതം, ബുദ്ധമതം, വർദ്ധമാന മഹാവീരൻ, എല്ലാവർക്കും അറിയാം. ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന ബോധോദയമുണ്ടായി. ഒടുവിൽ ബുദ്ധൻ എന്ന പേരിൽ ലോകം പുകൾക്കൊണ്ട ജൈന ബുദ്ധമതങ്ങൾ ഇതെല്ലാം ഉള്ള ഒരു നാട്ടിൽ നമ്മൾക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല. ശ്രീനാരായണ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, അറിയല്ലോ. ആലുവ കടപ്പുറത്ത് മനുഷ്യ മഹാസമ്മേളനം, മതസമ്മേളനം, അതിന്റെ കവാടത്തിൽ, അതിന്റെ ആർച്ചിൽ എഴുതി വെച്ചു. ശ്രീനാരായണ ഗുരു പറഞ്ഞു അങ്ങനെ എഴുതി വെക്കാൻ. എന്താണത്? വാദിക്കാനും ജയിക്കാനുമല്ല. നിങ്ങൾ തമ്മിൽ തർക്കിച്ച് ജയിച്ച് ഞാനൊരു മേന്മപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാനല്ല, അറിയിക്കാനും അറിയാനും വരൂ. അല്ലാത്തൊരു വാക്കല്ലേ അത്? അറിയാനും അറിയിക്കാനും വരൂ എന്ന വാക്കും അല്ലാത്തത്. നിങ്ങൾ എന്നെ അറിയണം. അപ്പൊ എന്റെ താടി കാണുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല, എന്റെ വെള്ളക്കുപ്പായം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. മുസ്ലിമായ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ സ്നേഹം ഉണ്ടാവും. എന്നെ അറിഞ്ഞില്ലെങ്കിലോ? എന്നെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാവും. അറിയാത്തതിന്റെ ശത്രുവാവുക സ്വാഭാവികമാണ്. അറിഞ്ഞതോ? അറിയുന്തോറും അടുക്കുന്തോറും തമ്മിൽ മനസ്സിലാക്കുന്തോറും നമ്മൾ എവിടെ അകലം? നമ്മൾ അടുക്കുകയാണ്. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. സർവ്വലോകങ്ങളിലെയും സർവ്വചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് ഹൈന്ദവ സന്യാസിമാർ അതിനെ വ്യാഖ്യാനിച്ചു. അങ്ങനെയാണോ? ഇങ്ങനെയല്ലേ വരേണ്ടത്? സകല ലോകക്കും സകല ജീവാണുക്കൾക്കും നമ്മൾ കാരണം ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല. ഉണ്ടോ? അകാരണമായി ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല. ഒന്നിനെയും അകാരണമായി കൊല്ലാൻ പാടില്ല. ഒരു ജീവനെയും അകാരണമായി ഹനിക്കാൻ പാടില്ല. ദൈവനിശ്ചയത്തിനെതിരായി ഒന്നിനെയും ഹനിക്കാൻ പാടില്ല. നമുക്കൊക്കെ അതറിയാം. ഞാൻ പറഞ്ഞുവല്ലോ, പ്രസംഗിക്കാൻ എളുപ്പമാണ്.
പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. അവിടെയാണ് നമുക്ക് ഇത്രയും കാലം, ഒരുപാട് കാലം നമ്മൾ സ്വീകരിച്ചു പോകുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ വിശ്വസിക്കുന്നവരാൾക്ക് അവകാശമല്ലേ? ഉണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ആ ആമുഖത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശം എന്ന് പറഞ്ഞ് അതിന്റെ 25, 26, 27, 28, 29, 30 വരെ ഒരു 19 മുതൽ ഇങ്ങോട്ട് വായിച്ചു പോന്നാൽ, അതിന്റെ ഖണ്ഡികകൾ വായിച്ചാൽ നമുക്ക് കാണാവുന്ന കുറെ കാര്യം. ഒരു ഹിന്ദുവിന് നാളെ തോന്നുകയാണ് ഇസ്ലാമാണ് ശരി, എന്നാൽ അയാൾക്കത് പ്രഖ്യാപിക്കാനും സ്വീകരിക്കാനും അത് മറ്റുള്ളവരോട് പറയാനുമുള്ള സ്വാതന്ത്ര്യം. ഒരു മുസ്ലിമിന് നാളെ ആര്യ സമാജത്തിന്റെ പ്രബോധനം കൊണ്ട് ആര്യ സമാജം സ്വീകരിക്കാൻ, അല്ലെ ശുദ്ധിപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഇതാണ് ശരി, ഇതാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിനുള്ള അവകാശമുണ്ട്. വിശുദ്ധ ഖുർആൻ, ഞാൻ ഖുർആനിന്റെ അനുയായിയാണ്. ഖുർആനിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറെ തെറ്റിദ്ധാരണയുണ്ടാവും. സ്വാഭാവികമായും എന്റെ മതത്തെക്കുറിച്ചുള്ള മാനവിക മതം, ലോകത്ത് പ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ച മതം എന്ന നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതും എന്റെ ബാധ്യതയാണ്. അപ്പൊ മതങ്ങൾ എന്ത് പറയുന്നു എന്നും എന്താണ് മതമെന്നും, എന്താണ് യഥാർത്ഥത്തിൽ മതം? മതം എന്നതിനെ നമ്മൾ മലയാളത്തിൽ അഭിപ്രായം, അല്ലെ? വാട്ട് ഈസ് റിലീജിയൻ? വാട്ട് ഈസ് റിലീജിയൻ? എന്താ മതം? അഭിപ്രായമാണ്. ഓരോരുത്തർക്കുള്ള അഭിപ്രായം. ഇങ്ങനെയാണോ? ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഹനീഫ, നിന്റെ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയുടെ മതമേതോ അതാണ് മതം. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിനക്ക് വഴികാട്ടിയായ ദർശനമേതോ അതാണ് ദൈവിക മതം. വ്യക്തിപരമായി എല്ലാവർക്കും അറിയണം. വിശ്വാസം, കർമ്മം, ആചാരം, അനുഷ്ഠാനം, സാമ്പത്തികം, ദാമ്പത്തികം, വൈയക്തികം, വൈദേശികം, രാഷ്ട്രീയം, രാഷ്ട്രാന്തരീയം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ മനുഷ്യന്റെ ജീവിതം, അല്ലെ? അല്ലെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതെല്ലാത്തിലേക്കും വെളിച്ചം കാണിച്ചതേതോ അതാണ് മതം. എങ്ങനെ? അപ്പൊ പക്ഷപാതമില്ല. മുഹമ്മദ് ഒരു പ്രവാചകൻ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോള്യം, പിന്നെ വിപുലീകരിച്ച് 8 വോള്യമാക്കി മാറ്റി, അല്ലെ? ഒരുപാട് മുനിമാർ, ഋഷീശ്വരന്മാർ. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ദ ലൈറ്റ് ഓഫ് ട്രൂത്ത്, അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം. ഇതിലെല്ലാം വിശദീകരിച്ച മൗലികമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാതെ പോയത്, നമ്മൾ മനസ്സിലാക്കാതെ പോയത്, നമ്മൾ ചിന്തിക്കാതെ പോയത്, നമ്മൾ ഇന്നും ഉൾക്കൊണ്ടിട്ടില്ലാത്തത്. അസത്യത്തിലും അർദ്ധസത്യത്തിലും പൂർണ്ണമായ അസത്യത്തിലും ജീവിക്കുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. കുറച്ചൊക്കെ ശരി, എന്നാൽ പൂർണ്ണമായ ശരി അതേതാ? അത് പരിശോധിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണ്ടേ? വേണ്ടേ? ഇപ്പൊ നിങ്ങൾ നോക്കും, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. നല്ലൊരു ഭക്തനായിരുന്നു എന്റെ പിതാവ്. ഇപ്പോഴും അതെ. അദ്ദേഹം ഒരു എഞ്ചിനീയറും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാണ് എന്നിലെ ആദ്യത്തെ മതം എന്താണ് എന്ന് ജീവിതത്തിൽ ഉടനീളം മതം പ്രാവർത്തികമാക്കിയ ഒരു പിതാവിന്റെ കുടുംബത്തിൽ വെച്ചോണ്ട് എനിക്ക് മതം ശരിക്കും മനസ്സിലായി. സ്വാഭാവികമായി എന്തുണ്ടാവുക? ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ട് ആ പ്രദേശത്തെ ക്ഷേത്രവും വിശ്വാസവും ആചാരവും, ആ ഇടവകയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതിന്റെ ഭാഗമായി തീരും ഒരു ഹിന്ദു, അല്ലെ? ഒരു നാട്ടില് കായംകുളത്തോ ഓച്ചിറയിലോ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരാൾ ജനിച്ചിട്ട് അയാളുടെ അച്ഛനും അമ്മയും കാരണവന്മാരും ആ പ്രദേശത്തുള്ള ഉസ്താദുമാർ, പണ്ഡിതന്മാർ അവരൊക്കെ കാണിക്കുന്നത് കണ്ട് അതിന്റെ ഭാഗമായി തീരല. നേരെ മറിച്ച് ഖുർആൻ സമഗ്രമായി പഠിച്ച്, പ്രവാചക വചനങ്ങൾ സമഗ്രമായി പഠിച്ച്, ഒരു അനലൈസിസിന് വിധേയമായി, അല്ലെങ്കിൽ ഒരു അപഗ്രഥന സ്വഭാവത്തിന് വിധേയമായി അത് പഠിച്ചിട്ട് ഇത് തന്നെ ശരി എന്ന് വിശ്വസിച്ച് സ്വീകരിച്ചവർ. ക്രിസ്തുമത സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതാണോ? അല്ല. ഹിന്ദുമത സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതാണോ? അല്ല. ഇസ്ലാമിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതാണോ? അല്ല. അപ്പൊ നമുക്ക് പഠിക്കാൻ, നിങ്ങൾക്കറിയല്ലോ, ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ് ഗീത. ഭീഷ്മപർവം മുതലാണ് അത് ആരംഭിക്കുക. അതായത് മഹാഭാരതത്തിലെ 25ാമത്തെ ചാപ്റ്റർ മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ 4ാമത്തെ അധ്യായം. ആ 4ാമത്തെ അധ്യായത്തിലെ 7ാമത്തെയും 8ാമത്തെയും സൂക്തം, ശ്ലോകം അതെങ്ങനെയാ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അപ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം
വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതിന്റെ അർത്ഥം ഇതാണ്: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അധർമ്മം കൊടികുത്തി വാഴുകയും ധർമ്മത്തിന് ചുതി സംഭവിക്കുകയും ചെയ്യുമ്പോൾ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പാവപ്പെട്ടവരുടെ സംരക്ഷണത്തിനും ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിനും വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു എന്നാണ് വിശ്വാസം, അല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെയാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ അയക്കുക. അതിന്റെ യുക്തി എന്താണ്? അതിന്റെ യുക്തി, ഞാൻ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നു, നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന ആളുടെ മകനായിട്ട് ഇന്ന അച്ഛനമ്മമാരുടെ മകനാണ് ഞാൻ, നിങ്ങൾക്കറിയാം. നിങ്ങളെ പോലെ വികാരവും വിചാരവും ഒക്കെയുള്ള ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ വ്യഭിചരിക്കുന്നേയില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ പലിശ കൊടുക്കുന്നില്ല, ഞാൻ ആരെയും ആക്രമിക്കുന്നില്ല, ഞാൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നില്ല, ഞാൻ പൂർണ്ണമായ ഒരു റോൾ മോഡലാണ്. എങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? നമ്മളെ പോലെ തന്നെ ഇന്ന കുടുംബത്തിൽ എനിക്കൊരു പച്ചയായ മനുഷ്യനാണല്ലോ അയാൾ ഈ തെറ്റൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അയാളെ മാതൃകയാക്കാം. മറിച്ച് ദൈവം തന്നെ അവതരിക്കുക, ദൈവം തന്നെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനോ ദൈവമേ നീ ദൈവമാണ്, സർവശക്തനാണ്, ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്, അതെ ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്, നിനക്കത് കഴിയും, ഞാൻ മനുഷ്യനാണ്, വികാരമുള്ളവനാണ്, സ്ത്രീയോട് എനിക്ക് ഇഷ്ടമുണ്ട്, ലൈംഗിക ദാഹമുണ്ട്, എനിക്ക് ഭക്ഷണത്തോട് ദാഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ പോലെ ആകാൻ വയ്യ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മനുഷ്യരിൽ നിന്ന് തന്നെ ഉള്ള മനുഷ്യന്മാർ, എന്നിട്ട് അവർ മാതൃക കാണിക്കുകയാണ് ലോകത്തിന്. ഇതാ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇതാണ് ധർമ്മം, ഇതാണ് അധർമ്മം. സാധാരണ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊരു പ്രഖ്യാപനമുണ്ട്. അതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ജൂതനായ കാറുനേക്ക് പ്രഖ്യാപിച്ചതാണ്. കാറുനേക്കും എംഗൽസും ഒക്കെ ലൈനിലായിരുന്നു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ കറുപ്പ് എന്നല്ല, കറുപ്പ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. ആ അർത്ഥത്തിലാണ് കറുപ്പ് എന്ന് ഉപയോഗിച്ചത്. ഒരു മയക്കുമരുന്നാണ് എന്നാണ്. നിങ്ങൾ നോക്ക്, മതം നൽകുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ വിഷം അത് പരലോക വിശ്വാസമാണെന്ന, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ലെന്നാണ്, അങ്ങനെയൊന്നുമില്ല എന്നാണ്. അത് പറയാനുള്ള അവകാശം അവർക്കില്ലേ? ഉണ്ടല്ലോ. നിരീശ്വരവാദത്വം പറയാൻ അവകാശം അവർക്കില്ലേ? ഉണ്ട്, സ്വാഭാവികമായും. ചാർവാദം അതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നിരീശ്വരത്വമായിരുന്നു അതിന്റെ അടിസ്ഥാനം. പിന്നെ നമ്മളൊക്കെ ഏറ്റവും ഇന്ത്യയിൽ 33 വയസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തീർത്ത് ശങ്കരദർശനം, ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യരുടെ കാലടിയിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശങ്കരദർശനം, അദ്വൈത സിദ്ധാന്തം, അഹം ബ്രഹ്മാസ്മി തത്വദൃഷ്ടി എന്നത്, ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈവന പരാം. ബ്രഹ്മം സത്യമാണ്, ജഗത് വിദ്യയാണ്. ഈ ലോകമൊന്നും ഇല്ലാത്തതാണ്, അത് നമുക്ക് ഇങ്ങനെ വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തോന്നുകയാണ് എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. മാധ്വാചാര്യനോ ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്നു മാധ്വാചാര്യൻ. മാധ്വാചാര്യൻ ദ്വൈത സിദ്ധാന്തത്തിലൂടെ ഈ വാദത്തെ ഖണ്ഡിച്ചു. അപ്പൊ വാദവും ഖണ്ഡനവും ഈ നാട്ടിൽ ഏത് കാലഘട്ടവും നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഹിന്ദുമതം പറയുമ്പോഴും ക്രിസ്തുമതം പറയുമ്പോഴും എന്റെ മതമാണ് ശരി എന്ന് പറയുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക. നിങ്ങൾക്കറിയാലോ, സ്വാമിജി, നമ്മുടെ ഗാന്ധിജി ജീവിതത്തിലുടനീളം രാമഭക്തനും ഹിന്ദുമതമാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷമതം എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളായിരുന്നു. വളരെ കൃത്യമായി ജാതീയത പോലും അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ബിജൽ പട്ടേലുമായി പാർലമെന്റിൽ നടന്ന, നിയമസഭയിൽ നടന്ന ജാതീയതക്കെതിരെയുള്ള ബില്ലുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞത് ജാതീയത പ്രകൃതിദത്തമാണ്, അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്, അതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ച് ഹിന്ദുമതം എന്നാണ് ആര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിഹരമണീയം ശരണേ ഹത്യാശേ ഹയതേ രമണീയാം യോനി, അപ്പൊ ഘോരൻ ബ്രാഹ്മണ യോനി, ക്ഷത്രിയ യോനി, ചന്തോപദേശത്തിലുള്ളത്. ജാതീയത ദൈവ എന്ന് സവർണ ഫാസിസ്റ്റുകൾ വ്യാഖ്യാനിച്ചു എന്നൊരു ഭാഷ്യം. മറുഭാഗത്ത് ജാതീയത ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായിരുന്നു. നേരമറിച്ച് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് വിളിച്ച്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു തന്നെ. കുമാരനാശാന്റെ ദുരവസ്ഥ വായിച്ച ആളുകൾക്കൊക്കെ അറിയാം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു തന്നെ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, മതം എന്ന് പറയുന്നതും മതദർശനം എന്ന് പറയുന്നതും എക്കാലഘട്ടത്തിലും ഒരു അറുപിന്തിരുപ്പൻ തത്വശാസ്ത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിലല്ല.
പൗരോഹിത്യത്താൽ വൈകൃതമാക്കപ്പെട്ട മതം അത് വെറുക്കപ്പെടുന്നതാണ്. ഏത്